ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളെ ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്കരും കിഴക്കുദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ്സാവരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു. മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെ കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ച് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എൻ്റെ വാക്ക് കേട്ടില്ല. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയസ്രനിയായ ഓബാഷിൻ്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവൻ്റെ മകനായ ഗിദെയോൻ കോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നീ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനുഷ്യയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ നീ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. അതിനവൻ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരടയാളം കാണിച്ചു തരണമേ. ഞാൻ പോയി എൻ്റെ വഴിപാട് കൊണ്ടുവന്ന് നിൻ്റെ മുമ്പാകെ വയ്ക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്ന് അവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാമെന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ ഗിദെയോൻ ഒരു കോലാട്ടിൻകുട്ടിയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഉണ്ടാക്കി. മാംസം ഒരു കൊട്ടയിൽ വെച്ച് ചാറ് ഒരു കിണ്ണത്തിൽ പറന്ന് കരുവേലത്തിൻ കീഴെ കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാറ് അതിന്മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ കണ്ണിന് മറഞ്ഞു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. ഗിദെയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് അതിന് യഹോവ ശാലോം എന്ന് പേരിട്ട് അത് ഇന്നുവരെയും അബിയസ്രക്കുള്ള ഒഫ്രയിലുണ്ട്. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിന് മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്കാം. ഗിദെയോൻ തൻ്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്നാൽ അവൻ തൻ്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ ബാലിൻ്റെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തിങ്കിൽ ആ രണ്ടാമത്തെ കാളെ യാഗം കഴിച്ചിരിക്കുന്നതും കണ്ടു. ഇത് ചെയ്തത് ആരെന്നവർ തമ്മിൽ ചോദിച്ചു. അന്വേഷണം കഴിച്ചപ്പോൾ യോവാഷിൻ്റെ മകനായ ഗിദെയോനാകുന്നു ചെയ്തതെന്ന് കേട്ടു. പട്ടണക്കാർ യോവാഷിനോട്, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം, അവൻ ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികത്തുണ്ടായിരുന്ന അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യോവാശ് തൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്, ബാലിനു വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത്, നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്? അവനു വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം. അവനൊരു ദൈവമെങ്കിൽ തൻ്റെ ബലിപീഠം ഒരുത്തൻ ഇടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ തന്നെ തൻ്റെ കാര്യം വ്യവഹരിക്കട്ടെ. ഇവൻ അവൻ്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവൻ്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അന്ന് യെരുബാൽ എന്ന് പേരിട്ടു. അനന്തരം മിദ്യാന്യരും അമാലേക്കരും കിഴക്കുദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ കടന്ന് ഇസ്രായേൽ താഴ്വരയിൽ പാളയമിറങ്ങി.
അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോൻ്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബീയസ്ര്യരെ തൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. അവൻ മനശ്ശെയിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു, അവരെയും തൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. ആശേരിൻ്റെയും സെബൂലൂൻ്റെയും നഫ്താലിയുടെയും അടുക്കലും ദൂതന്മാരെ അയച്ചു. അവരും പുറപ്പെട്ടു വന്ന് അവരോട് ചേർന്നു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട്, നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേൽ നിൻ്റെ കൈയാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ, ഞാൻ രോമമുള്ള ഒരു ആട്ടിൻ തോൽ കളത്തിൽ നിവർത്തിയിടുന്നു. മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേൽ എൻ്റെ കൈയാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ പിറ്റേന്ന് അതികാലത്ത് എഴുന്നേറ്റ് തോൽ പിഴിഞ്ഞു മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറച്ചെടുത്തു. ഗിദെയോൻ പിന്നെയും ദൈവത്തോട്, നിന്റെ കോപം എൻ്റെ നേരെ ജ്വലിക്കരുതേ, ഞാൻ ഒരിക്കലും കൂടെ സംസാരിച്ചു കൊള്ളട്ടെ, തോൽ കൊണ്ടൊരു പരീക്ഷ കൂടെ കഴിച്ചുകൊള്ളട്ടെ, തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെ മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരിക്കാൻ അരുളേണമേ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ദൈവം അവനെ അങ്ങനെ തന്നെ ചെയ്തു. തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെ മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു.